നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളുടെ വിലയിരുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ വീഡിയോകളിൽ ചെയ്തിരുന്നു. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള മലബാർ ജില്ലയിലുള്ള മൊത്തം പെർഫോമൻസ് വൈസ് ആർക്കാണ് മുൻതൂക്കം എന്നതിനെ പറ്റിയും നമ്മൾ ഒരു വീഡിയോ ചെയ്തു. അത്തരത്തിൽ നോക്കുമ്പോൾ LDFന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ കൃത്യമായ ഒരു മേൽക്കോയ്മ ഉണ്ട് എന്ന് വ്യക്തമാണ്. UDF പറയുന്ന 100 സീറ്റ് എന്നുള്ള കണക്ക് അത് വെറുതെ പറയുന്ന കണക്കാണെന്നും അതിൽ കൃത്യമായിട്ട് ഏതെങ്കിലും മണ്ഡലങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു കണക്കല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് എറണാകുളവുമായി ബന്ധപ്പെട്ടാണ്. എറണാകുളം ജില്ല മുമ്പ് പല സമയത്തും UDFന് അനുകൂലമായ ഒരു നയം സ്വീകരിച്ചിരുന്നു, അല്ലെങ്കിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ജില്ലയായിരുന്നു. പക്ഷെ പിന്നീട് LDF അവിടെയും കടന്നു വരികയാണ് ചെയ്തത്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ UDFന് മുൻതൂക്കമുണ്ടാവുന്നു. സമ്പൂർണ്ണ വിജയമാണ് വി ഡി സതീശൻ പറയുന്നത്. സമ്പൂർണ്ണമായിട്ടും എറണാകുളം ജില്ലയിൽ UDF വിജയിക്കും, തൂത്തുവാരുമെന്നാണ്. എന്നാൽ നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ കാണാൻ കഴിയുന്നില്ല. ഏതായാലും എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളെ പറ്റിയുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി പെരുമ്പാവൂർ ന്യൂനപക്ഷങ്ങൾക്ക് അത്യാവശ്യം സ്വാധീനമുള്ള മണ്ഡലമാണ്. കോൺഗ്രസിന് വേണ്ടി മനോജ് മുത്തേടനും കേരള കോൺഗ്രസ് മാണിയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. ബേസിൽ പോളാണ് സ്ഥാനാർത്ഥി. 2020 മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ എൽദോസ് കുന്നപ്പള്ളി വിജയിച്ച തെരഞ്ഞെടുപ്പാണ്. 53,000 ജില്ലാന വോട്ട്. കേരള കോൺഗ്രസ് മാമ്പിള്ളിയുടെ ബാബു ജോസഫ് പെരുമ്പാവൂർ 50,000 ജില്ലാന വോട്ട്. 2,899 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽദോസ് കുന്നപ്പള്ളി അന്ന് നേടിയത്. വളരെ വിവാദമായ ഒരു സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും എൽദോസിന് ഇത്തവണ കോൺഗ്രസ് സീറ്റ് കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും കഴിഞ്ഞ തവണ 2,000 ജില്ലാന 3,000-നുള്ളിലായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ ഭൂരിപക്ഷം എന്നുള്ളത്. അന്ന് 2020 20,000 ജില്ലാന വോട്ടും BJP 15,000 ജില്ലാന വോട്ടും നേടിയിട്ടുണ്ട്. ഇത്തവണ രണ്ടും കൂടി ഒന്നാണ്. 2020യും BJP കൂടി NDA മുന്നണിയിൽ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ 35,000 വരുന്ന വോട്ട് നിർണായകവുമാണ്. അത് എന്താവുമെന്ന് 2020 മത്സരിക്കുന്നുണ്ട്. അവർക്ക് എത്രത്തോളം വോട്ട് വരുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. 2016 തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ അന്ന് എൽദോസ് കുന്നപ്പള്ളിയുടെ ഭൂരിപക്ഷം എന്നുള്ളത് 7,000 ജില്ലാനം വോട്ടിൻ്റെതായിരുന്നു. SDPIക്കും അത്യാവശ്യം വോട്ടുള്ള മണ്ഡലമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭൂരിപക്ഷം 7,000 ജില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2011 CPM വിജയിച്ച മണ്ഡലമാണ്. സാജു പോളാണ് അന്ന് വിജയിച്ചത്. അന്ന് CPMന്റെ ജയിച്ചപ്പോഴുള്ള ഭൂരിപക്ഷം 3,300 ചില്ലാന വോട്ട്. അതായത് 2011 CPMന്റെ കൂടെ നിന്ന മണ്ഡലം 2016-ലും 2021-ലും UDFന്റെ കയ്യിലാണ് പോയത്, കോൺഗ്രസിന്റെ കയ്യിലേക്കാണ് പോയത്. എൽദോസ് കുന്നപ്പള്ളിയാണ് 2 തവണയും വിജയിച്ചത്. ഇത്തവണ എൽദോസ് കുന്നപ്പള്ളിയല്ല സ്ഥാനാർത്ഥി, CPM അല്ല എതിർപക്ഷത്ത് മത്സരിക്കുന്നത്, കേരള കോൺഗ്രസ് മാണി എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. ഏതായാലും ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയാണ്. പെരുമ്പാവൂർ മണ്ഡലത്തെ പറ്റി പറയാനുള്ളത്, ഒരു UDF അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും മണ്ഡലം UDFിലേക്ക് പോകും. അല്ലെങ്കിൽ വളരെ ടൈറ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. എന്തും സംഭവിക്കാം എന്നുള്ള ഒരു അവസ്ഥ വേണമെങ്കിൽ പറയാം. പക്ഷെ 10 വർഷം തുടർച്ചയായ ഭരണം നടത്തിയതിന്റെ ഒരു ആനുകൂല്യം UDFന് ലഭിക്കുകയാണെങ്കിൽ UDF സീറ്റ് നിലനിർത്താനാണ് സാധ്യത. ഇനി ആലുവ മണ്ഡലമാണ്. അൻവർ സാദാത്തിന്റെ സ്ഥിരം കോട്ടയാണ്. അൻവർ സാദത്ത് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPMന് വേണ്ടി AM ആരിഫാണ് മത്സരിക്കുന്നത്. BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. AAPയും മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ അൻവർ സാദാത്തിന്റെ ഭൂരിപക്ഷം 18,000 ജില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അന്ന് അൻവർ സാദാത്തിനെതിരെ മത്സരിച്ചത് അഡ്വക്കേറ്റ് ഷെൽന നിഷാദാണ്. 73,000 ജില്ലാനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവർ സാദാത്ത് നേടിയ വോട്ട്. അഡ്വക്കേറ്റ് ഷെൽന നിഷാദ് LDFന് വേണ്ടി 54,000 ജില്ലാന വോട്ട് നേടി. BJPക്ക് 15,000 ജില്ലാന വോട്ടുണ്ട്. SDPIക്കും അത്യാവശ്യം വോട്ടുള്ള മണ്ഡലമാണ്. ഇനി 2016 അൻവർ സാദാത്തിന്റെ ഭൂരിപക്ഷം 18,000 ജില്ലാനം വോട്ടിൻ്റെതാണ്. 2011 അൻവർ സാദാത്തിന്റെ ഭൂരിപക്ഷം 13,000 ജില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ ആ ആലുവ മണ്ഡലം ഇത്തവണയും മറ്റൊരു സാധ്യതകൾ നിലവിലുള്ള സാഹചര്യത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. AM ആരിഫിനെ ഇറക്കിക്കൊണ്ട്
അതിശക്തമായ മത്സരം LDF നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് അത്യാവശ്യം സ്വാധീനമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് അൻവർ സാദത്തിനെ തന്നെ വീണ്ടും രംഗത്തിറക്കിയിരിക്കുന്നത്. അൻവർ സാദത്ത് തുടർച്ചയായി അവിടെ MLA ആയി തെരഞ്ഞെടുക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയം അവിടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും നിലവിലുള്ള സാഹചര്യത്തിൽ UDF നിലനിർത്തുമെന്നാണ് ആലുവ സീറ്റിനെ പറ്റി വിലയിരുത്താൻ പറ്റുന്നത്. ഇനി കളമശ്ശേരി പി രാജീവിന്റെ മണ്ഡലം. മന്ത്രി കൂടിയായ പി രാജീവാണ് CPM സ്ഥാനാർത്ഥി. വി അബ്ദുൾ ഗഫൂറാണ് IUML മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. BDJSനും സ്ഥാനാർത്ഥിയുണ്ട്. AAPയും മത്സരിക്കുന്നുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ പി രാജീവ് 77,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ IUMLന്റെ അബ്ദുൾ ഗഫൂർ 61,000 ചില്ലാനം വോട്ടാണ് നേടിയത്. BDJSന് 11,000 ചില്ലാനവും STBക്ക് അത്യാവശ്യം വോട്ടുകളും ഉണ്ട്. ഇനി അന്നത്തെ ഭൂരിപക്ഷം പി രാജീവിന്റെ ഭൂരിപക്ഷം 15,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. കഴിഞ്ഞ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ് ഈ ഒരു മണ്ഡലത്തിലെ ഒരു വിഷയം എന്നുള്ളത്. ആ വിഷയം ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് ഈ വി അബ്ദുൾ ഗഫൂർ. ഇബ്രാഹിം കുഞ്ഞുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അങ്ങനെ നിലനിൽക്കുകയായിരുന്നു. പാലാരിവട്ടം പാലം ഒക്കെ അടക്കമുള്ള വിഷയങ്ങൾ, അങ്ങനെ പലതരം കാര്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അന്നാണ് പി രാജീവ് ഈ അബ്ദുൾ ഗഫൂറിനെ അട്ടിമറിച്ചുകൊണ്ട് മണ്ഡലം തിരിച്ചു പിടിച്ചത്. അപ്പോൾ 2016 തെരഞ്ഞെടുപ്പിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 12,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2016 ഇബ്രാഹിം കുഞ്ഞ് IUML സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 12,000 ചില്ലാനമാണ്. 2011 എത്തുമ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ ഭൂരിപക്ഷം 7,700 ചില്ലാനമാണ്. അപ്പോൾ 2011 IUMLന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ്, 2016 IUMLന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് 2021 പി രാജീവിലൂടെ CPM തിരിച്ചു പിടിച്ചത്. ഇത്തവണയും അതിശക്തമായ മത്സരമാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. പി രാജീവ് പരാജയപ്പെടുമെന്നുള്ള വിലയിരുത്തൽ പലയിടത്തുനിന്നായി വന്നിട്ടുണ്ട്. വാർത്താ മാധ്യമങ്ങളിൽ അത്തരം വിവരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പി രാജീവിനെ പോലെ നല്ല പെർഫോം ചെയ്ത ഒരു മന്ത്രി തോൽക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഭാഗ്യമാവുന്നത്. കളമശ്ശേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് പരമ്പരാഗതമായി UDFനെ പിന്തുണക്കുന്ന മണ്ഡലമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ആനുകൂല്യം നിലവിലുള്ള സാഹചര്യത്തിൽ അബ്ദുൾ ഗഫൂറിന് ലഭിക്കേണ്ടതാണ്. പക്ഷെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് എന്നതിനപ്പുറം അബ്ദുൾ ഗഫൂർ അത്രയും പി രാജീവിനെ പോലെയുള്ള അതിശക്തനായ സ്ഥാനാർത്ഥിയെ നേരിടാൻ ശേഷിയുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് ഉത്തരങ്ങൾ അല്ലെങ്കിൽ രണ്ട് തരം ചിന്തകൾ വരുന്നുണ്ട്. കാരണം അത്രയും പി രാജീവിനെ പോലെയുള്ള അതിശക്തനായ അത്രയും പെർഫോമൻസ് ഉള്ള ഒരു മന്ത്രിയെ അബ്ദുൾ ഗഫൂർ എന്ന ഒരു പാരമ്പര്യം പേറുന്ന മാത്രം രാഷ്ട്രീയ നേതാവ് എങ്ങനെ തോൽപ്പിക്കുമെന്നുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ പരമ്പരാഗതമായി UDFനെ പിന്തുണക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇനി VD സതീശന്റെ തട്ടകമായ പറവൂറാണ്. VD സതീശൻ കോൺഗ്രസിന് വേണ്ടി ഇത്തവണയും തന്റെ തട്ടകത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. CPIക്ക് വേണ്ടി ET ടൈസൺ ആണ് സ്ഥാനാർത്ഥി. BJPക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ VD സതീശന്റെ നേടിയ വോട്ട് 82,000 ചില്ലാനമാണ്. അന്ന് CPIയുടെ MT നിക്സൺ 60,000 ചില്ലാനം വോട്ട് നേടി. BDJSന് 12,000 ചില്ലാനം വോട്ടുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ VD സതീശന്റെ ഭൂരിപക്ഷം 21,000 ചില്ലാനമാണ്. ഇനി 2016 വരുമ്പോൾ VD സതീശന്റെ അന്നത്തെ ഭൂരിപക്ഷം ഈ 20,000 ചില്ലാനമാണ്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2016 BDJSന് 28,000 ചില്ലാനം വോട്ടുകൾ കിട്ടിയ മണ്ഡലമാണ് 2021 എത്തുമ്പോൾ 12,000 ചില്ലാനമായിട്ട് ചുരുങ്ങുന്നത്. അപ്പോൾ ബാക്കി 16,000 വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇനി 2026 എത്തുമ്പോൾ വീണ്ടും BJP തന്നെ നേരിട്ട് മത്സരം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മണ്ഡലം മാറിയിട്ടുണ്ട്. 2011 VD സതീശൻ വിജയിച്ചത് 11,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അപ്പോൾ 2011 11,000 ചില്ലാനം, 2016 ആ ഭൂരിപക്ഷം 20,000 ചില്ലാനമായിട്ട് മാറുന്നുണ്ട്. 2021 എത്തുമ്പോൾ 21,000 ചില്ലാനമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ VD സതീശന്റെ ഭൂരിപക്ഷം കൂടുമോ കുറയുമോ എന്നുള്ള കാര്യമാണ് പറവൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നോക്കാനുള്ളത്. പക്ഷേ ഇത്തവണ BJPക്ക് തന്നെ നേരിട്ട് മത്സര രംഗത്തേക്ക് മാറിയതോടുകൂടി നേരത്തെ BDJS മത്സരിച്ചപ്പോൾ ഒഴുകിപ്പോയ വോട്ടുകൾ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. ഇനി വൈപ്പിൻ മണ്ഡലത്തെ പറ്റിയാണ്. MB ഷൈനിയാണ് CPM സ്ഥാനാർത്ഥി. കോൺഗ്രസിന് വേണ്ടി ടോണി ചെമ്മണി, മുൻ കൊച്ചി മേയറായ ടോണി ചെമ്മണിയാണ് ഇവിടെ വൈപ്പിനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2020 സ്ഥാനാർത്ഥിയുണ്ട് അനിത തോമദാസ്. AAPയും മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ KN ഉണ്ണികൃഷ്ണനാണ് CPMന്റെ വിജയിച്ചത്. അന്ന് ദീപക് ജോയി ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 8,000 ചില്ലാനമാണ്. അതായത്
കെ എൻ ഉണ്ണികൃഷ്ണൻ 53,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ കോൺഗ്രസിന്റെ ദീപക് ജോയ് 45,000 ചില്ലാനം വോട്ടാണ് നേടിയത്. 2020ക്ക് 16,000 ചില്ലാനവും BJPക്ക് 13,000 ചില്ലാനവും വോട്ടുണ്ട്. ഇത്തവണ അവർ രണ്ടുകൂടി ഒരേ മുന്നണിയിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2020 എത്ര വോട്ട് നേടുമെന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. ഭൂരിപക്ഷം 8,000 ചില്ലാനമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്തവണ MP ഷൈനിയിലൂടെ മണ്ഡലം നിലനിർത്താമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. 2016 വരെ S ശർമ്മ വിജയിച്ച മണ്ഡലമാണ്. 2016 S ശർമ്മയുടെ ഭൂരിപക്ഷം എന്നുള്ളത് 19,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അന്ന് S ശർമ്മക്കെതിരെ KR സുഭാഷ് ആണ് മത്സരിച്ചത്. ഇനി 2011 വരുമ്പോൾ അന്ന് S ശർമ്മയുടെ ഭൂരിപക്ഷം 5,000 ചില്ലാനമാണ്. അതായത് UDF അനുകൂലമായ ഒരു തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പ്, UDF അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ S ശർമ്മയുടെ ഭൂരിപക്ഷം 5,000 ചില്ലാനവും 2016 എത്തുമ്പോൾ അത് 19,000 ചില്ലാനവുമായി മാറുന്നുണ്ട്. 2021 KN ഉണ്ണികൃഷ്ണന്റെ ഭൂരിപക്ഷം 8,000 ചില്ലാനമായിട്ട് മാറുന്നുണ്ട്. വൈപ്പിൻ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായ LDF മണ്ഡലമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ അത് CPM നിലനിർത്താനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. ഇനി കൊച്ചി മണ്ഡലത്തെ കുറിച്ചാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് ഷിയാസ് ആണല്ലോ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. ഷിയാസിന്റെ പ്രചരണം മാറിപ്പോയി, ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള വിലയിരുത്തൽ UDFന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മണ്ഡലമാണ്. CPMന്റെ KJ മാക്സി തന്നെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. 2020യും മത്സര രംഗത്തുണ്ട്, AAP ഉണ്ട്. 2021 KJ മാക്സി നേടിയത് 54,000 ചില്ലാനം വോട്ടാണ്. അന്ന് ടോണി ചെമ്മണിയാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 40,000 ചില്ലാനം വോട്ടാണ് നേടിയത്. 2020 20,000 അടുത്ത് വോട്ട് നേടി. BJPക്ക് 10,000 ചില്ലാനം വോട്ടുമുണ്ട്. അപ്പോൾ ഈ 2020യുടെയും BJPയുടെയും വോട്ട് ചേർത്താൽ 30,000 ചില്ലാനം വോട്ടാവുന്നുണ്ട്. അവർ ഒരേ മുന്നണിയായാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം 2021 KJ മാക്സിയുടെ ഭൂരിപക്ഷം 14,000 ചില്ലാനമാണ്. 2016 KJ മാക്സിയുടെ ഭൂരിപക്ഷം 1000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 1000 ചില്ലാനം വോട്ടിന്റെ മണ്ഡലം പിടിച്ചെടുത്ത KJ മാക്സി 21 എത്തുമ്പോൾ ഭൂരിപക്ഷം 14,000-ആയി വർദ്ധിപ്പിക്കുന്നുണ്ട്. 2011 കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണ്. ഡൊമിനിക് പ്രസന്റേഷൻ ആണ് അന്ന് വിജയിച്ചത്. ഡൊമിനിക് പ്രസന്റേഷൻ ഇത്തവണ ഷിയാസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നുള്ള വിവാദമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഡൊമിനിക് പ്രസന്റേഷന്റെ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം 16,000 ചില്ലാനമാണ്. അപ്പോൾ UDFന് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ 2011 UDFന്റെ കൂടെ നിന്ന മണ്ഡലം ഡൊമിനിക് പ്രസന്റേഷനിലൂടെ 2016 21 LDF 2016 തിരിച്ചു പിടിച്ചു, 21 നിലനിർത്തി. ഇതാണ് സാഹചര്യം. അതേ KJ മാക്സിയെ തന്നെയാണ് CPM സ്ഥാനാർത്ഥിയായി നിലനിർത്തിയിരിക്കുന്നത്. മുഹമ്മദ് ഷിയാസിനെ കൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് അവിടെ പ്രധാനമായിട്ടും ബാക്കിയാവുന്നത്. ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ, പൊതുവലായിട്ടുള്ള വിലയിരുത്തലിൽ മുഹമ്മദ് ഷിയാസിനെ കൊണ്ട് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നുള്ളത്. ഇനി തൃപ്പൂണിത്തറ മണ്ഡലമാണ്. ദീപക് ജോയ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPMന് വേണ്ടി KN ഉണ്ണികൃഷ്ണൻ, 2020 അഞ്ജലി നായർ. AAPയും മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ K ബാബു കോൺഗ്രസിന്റെ വിജയിച്ച മണ്ഡലമാണ്. 66,000 ചില്ലാനം വോട്ടാണ് K ബാബു അന്ന് നേടിയത്. CPM M സ്വരാജ് അന്ന് മത്സരിച്ച മണ്ഡലം. M സ്വരാജ് 64,000 ചില്ലാനം വോട്ടാണ് നേടിയത്. BJP 23,000 ചില്ലാനം വോട്ടും നേടി. അന്നത്തെ M സ്വരാജിനെതിരെ K ബാബുവിന്റെ ഭൂരിപക്ഷം 1,200 ചില്ലാനം വോട്ടിൻ്റെത് മാത്രമാണ്. 2016 തെരഞ്ഞെടുപ്പിൽ M സ്വരാജ് ജയിച്ച മണ്ഡലമാണ്. അന്ന് സ്വരാജിന്റെ ഭൂരിപക്ഷം 4,400 ചില്ലാനമാണ്. 2011 K ബാബു തന്നെ വിജയിച്ച മണ്ഡലമാണ്. അന്ന് ബാബുവിന്റെ ഭൂരിപക്ഷം 15,000 ചില്ലാനമാണ്. അപ്പോൾ 2011 ബാബു 15,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ 2016 M സ്വരാജ് തിരിച്ചു പിടിച്ചു. M സ്വരാജിലൂടെ CPM തിരിച്ചു പിടിച്ചു. അന്നത്തെ ഭൂരിപക്ഷം 4,000 ചില്ലാനം വോട്ടിൻ്റെതാണ്, 5,000-അടുത്ത്. 2021 K ബാബു തിരിച്ച് മണ്ഡലം പിടിച്ചെടുത്തു. അന്ന് 1,200 ചില്ലാനം വോട്ടാണ് ഭൂരിപക്ഷം എന്നുള്ളത്. അപ്പോൾ BJPയുടെ 24,000 വോട്ട് ഇത്തവണ 2020 നിലനിർത്തുമോ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. എങ്കിലും തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ ഒരു എഡ്ജ് സ്വാഭാവികമായിട്ടും UDFനുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി എറണാകുളം മണ്ഡലത്തെ പറ്റിയാണ്. TJ വിനോദാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. SJD ആണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. സാബു ജോർജ് ആണ് സ്ഥാനാർത്ഥി. BJPക്ക് വേണ്ടി PR ശിവശങ്കർ, BJPയുടെ മുതിർന്ന നേതാവാണ്. AAPയും മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ TJ വിനോദിലൂടെ കോൺഗ്രസ് വിജയിച്ച മണ്ഡലം 45,000 ചില്ലാനമാണ് അന്ന് TJ വിനോദ് നേടിയ വോട്ട്.
അന്ന് LDFന്റെ ഷാജി ജോർജ് 34,000 ചില്ലാനം വോട്ട് നേടി. BJPയുടെ പത്മജ എസ് മേനോൻ 16,000 ചില്ലാനം വോട്ട് നേടി. 2020യും 10,000 ചില്ലാനം വോട്ട് അന്ന് നേടിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ UDF സ്ഥാനാർത്ഥിയായ TJ വിനോദിന്റെ ഭൂരിപക്ഷം 10,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ TJ വിനോദ് തന്നെയാണ് ഇപ്രാവശ്യവും UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. 2019 അവിടെ ഒരു ബൈ ഇലക്ഷൻ നടന്നിരുന്നു. അന്നത്തെ ബൈ ഇലക്ഷനിൽ TJ വിനോദ് വിജയിച്ചത് 3,000 ചില്ലാനം വോട്ടിനായിരുന്നു. 2016 IB ഹീഡൻ വിജയിച്ചത്, IB ഹീഡൻ ആയിരുന്നു അന്ന് മത്സരിച്ചത്. അന്ന് വിജയിച്ചത് 21,000 ചില്ലാനം വോട്ടിനായിരുന്നു. അപ്പോൾ 2011 IB ഹീഡൻ വിജയിച്ചത് 32,000 ചില്ലാനമാണ്. അപ്പോൾ UDFന്റെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ് എറണാകുളം. IB ഹീഡൻ മത്സരിച്ചപ്പോൾ 32,000 ചില്ലാനവും രണ്ടാമത് മത്സരിച്ചപ്പോൾ 22,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം IB ഹീഡനി നേടാനായ മണ്ഡലമാണ്. പിന്നീട് മണ്ഡലത്തിലെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് 2019 ബൈ ഇലക്ഷനിലും അതുപോലെ തന്നെ 2021 തെരഞ്ഞെടുപ്പിലും 10,000 ചില്ലാനം വോട്ടിന്റെ മാത്രമാണ് ഭൂരിപക്ഷം. എങ്കിൽ പോലും എറണാകുളം നിലവിലുള്ള അവസ്ഥയിൽ മറ്റൊരു അട്ടിമറിക്ക് സാധ്യതയില്ല. UDF കോൺഗ്രസ് തന്നെ സീറ്റ് നിലനിർത്താനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഇനി തൃക്കാക്കര മണ്ഡലത്തെ പറ്റിയാണ്. ഉമാ തോമസ് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് പുഷ്പദാസ് ആണ് CPM സ്ഥാനാർത്ഥി. 2020ക്ക് വേണ്ടി അഖിൽ മാരാർ SDPയും മത്സരത്തിലുണ്ട്, AAPയും ഉണ്ട്. 2022 ബൈ ഇലക്ഷനിൽ ഉമാ തോമസിന്റെ ഭൂരിപക്ഷം 25,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. അന്ന് ബൈ ഇലക്ഷനിൽ ഉമാ തോമസ് 72,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ CPMന്റെ ജോ ജോസഫ് 47,000 ചില്ലാനം വോട്ടാണ് നേടിയത്. AN രാധാകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് 12,000 ചില്ലാനം വോട്ടാണ് AN രാധാകൃഷ്ണൻ നേടിയത്. 2021 തെരഞ്ഞെടുപ്പിൽ PT തോമസിന്റെ ഭൂരിപക്ഷം, PT തോമസും ഡോക്ടർ J ജേക്കബും മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 14,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 PT തോമസിന്റെ ഭൂരിപക്ഷം 11,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 PT തോമസിന്റെ ഭൂരിപക്ഷം ബെന്നി ബെഹനാനാണ് 2011 മത്സരിച്ചത്. അന്ന് 22,000 ചില്ലാനം വോട്ടിൻ്റെതാണ് ഭൂരിപക്ഷം. അപ്പോൾ 2011 ബെന്നി ബെഹനാന്റെ 22,000, 2016 എത്തുമ്പോൾ PT തോമസിന് 11,000 ചില്ലാനം, 2021 എത്തുമ്പോൾ PT തോമസിന് 14,000 ചില്ലാനം. പിന്നീട് നടന്ന ബൈ ഇലക്ഷനിൽ ഉമാ തോമസിന് 25,000 ചില്ലാനം. UDF നിലനിർത്താനുള്ള സാധ്യതയാണ് മണ്ഡലമുള്ളത്. മറ്റൊരു സാഹചര്യം നിലവിലില്ല. ഉമാ തോമസിലൂടെ UDF നിലനിർത്താനുള്ള സാധ്യതയാണ് തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇനി കുന്നത്തുനാട് മണ്ഡലത്തെ പറ്റിയാണ്. കുന്നത്തുനാട് മണ്ഡലം സംവരണ മണ്ഡലമാണ്. PV ശ്രീനിജനാണ് CPMന് വേണ്ടി മത്സരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി VP സജീന്ദ്രനാണ് മത്സരിക്കുന്നത്. 2020ക്ക് ബാബു ദിവാകരൻ 2020യും മത്സരരംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ CPMന്റെ ശ്രീനിജൻ വിജയിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി 48,000 ചില്ലാനം വോട്ട് നേടി. അത് ശ്രീനിജൻ നേടിയത് 51,000 ചില്ലാനം വോട്ടാണ്. 2020 41,000 ചില്ലാനം വോട്ട് നേടിയിട്ടുണ്ട്. BJPക്ക് 7,000 ചില്ലാനം വോട്ടും ഉണ്ട് അന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് ഒരു സാഹചര്യം എന്നുള്ളത്. അപ്പോൾ 2,700 ചില്ലാനം വോട്ടിനാണ് അന്ന് ശ്രീനിജൻ വിജയിച്ചത്. 2016 കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ VP സജീന്ദ്രന്റെ ഭൂരിപക്ഷം 2,600 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം VP സജീന്ദ്രന്റെ ഭൂരിപക്ഷം 8,300 ചില്ലാനമാണ്. അതായത് 2011 8,000 ചില്ലാനം വോട്ടിന് UDF വിജയിച്ച മണ്ഡലം 2016 2,000 ചില്ലാനം വോട്ടിന് UDF വിജയിച്ച മണ്ഡലം 2021 ആദ്യമായിട്ട് LDF തിരിച്ചു പിടിക്കുന്നത്. അന്ന് 2,700 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണയും ഇഞ്ചോടിഞ്ച് മത്സരമാണ്. 2020യും BJPയും കൂടി ഒന്നിച്ച് ഒരു മുന്നണിയായി മത്സരിക്കുന്നു എന്നുള്ളതും അവർ എത്രത്തോളം വോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതും ഒരു വിഷയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മണ്ഡലം പ്രവചനാതീതമാണ് എന്ന് പറയേണ്ടി വരും. കുന്നത്തുനാട് മണ്ഡലം നേരിയ ഒരു സാധ്യത LDFനുണ്ട് എന്നുള്ളത് മറച്ചു വെക്കാൻ കഴിയില്ല. അങ്കമാലി മണ്ഡലത്തെ പറ്റി അങ്കമാലി മണ്ഡലത്തെ പറ്റിയാണ്. കോൺഗ്രസിന്റെ റോജി എം ജോൺ തന്നെയാണ് സ്ഥാനാർത്ഥി. CPMന് വേണ്ടി സാജു പോൾ 2020 മത്സരിക്കുന്നുണ്ട്, AAP മത്സരിക്കുന്നുണ്ട്. 2021 റോജി എം ജോൺ 71,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ അന്ന് JDS ആണ് LDFന് വേണ്ടി മത്സരിച്ചത്. ജോസ് തെറ്റയിൽ 55,000 ചില്ലാനം വോട്ടാണ് നേടിയത്. BJPക്ക് 8,000 ചില്ലാനം വോട്ടാണ് അത് ലഭിച്ചത്. ഇന്ന് 2020 ആണ് BJPക്ക് പകരം മത്സരിക്കുന്നത്. അപ്പോൾ അന്നത്തെ
റോജി എം ജോണിന്റെ ഭൂരിപക്ഷം 15,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2016 റോജി എം ജോണിന്റെ ഭൂരിപക്ഷം 9,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 ജോസ് തെറ്റയിലാണ് അന്ന് വിജയിച്ചത്. അന്ന് 2011 ജോസ് തെറ്റയിലിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 7,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. അപ്പോൾ അങ്കമാലി ഇത്തവണയും റോജി എം ജോണിലൂടെ UDF നിലനിർത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. മറ്റുള്ള ഒരു സാഹചര്യത്തിലേക്ക് മണ്ഡലം പോകുമെന്ന് കരുതാൻ വയ്യ. നിലവിലുള്ള അവസ്ഥയിൽ UDF നിലനിർത്താനാണ് സാധ്യത. ഇനി പിറവം മണ്ഡലം, പഴയ കേരള കോൺഗ്രസ് ജേക്കബ് മത്സരിച്ചു കൊണ്ടിരുന്ന മണ്ഡലം. കേരള കോൺഗ്രസ് ജേക്കബിന് വേണ്ടി അനൂപ് ജേക്കബ് തന്നെയാണ് സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് മാണിയാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സാബു കെ ജേക്കബാണ്. 2020യും AAPയും മത്സര രംഗത്തുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബ് 85,000 ചില്ലാനം വോട്ട് നേടിയപ്പോൾ അന്ന് കേരള കോൺഗ്രസ് മാണിയുടെ സിന്ധു പോൾ ജേക്കബ് 59,000 ചില്ലാനം വോട്ടാണ് നേടിയത്. BJP 11,000 ചില്ലാനം. അപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷം 25,000 ചില്ലാനം. 2016 അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷം അന്ന് CPM ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി 6,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2012 ബൈ ഇലക്ഷനിൽ അനൂപ് ജേക്കബിന്റെ ഭൂരിപക്ഷം 12,000 ചില്ലാനമായിരുന്നു. 2011 പൊതു തെരഞ്ഞെടുപ്പിൽ TM ജേക്കബിന്റെ ഭൂരിപക്ഷം 157 വോട്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് അനൂപ് ജേക്കബിലൂടെ UDF നിലനിർത്തുന്നതാണ് കണ്ടത്. ഇത്തവണയും CPM അല്ല മത്സരിക്കുന്നത്, കേരള കോൺഗ്രസ് മാണിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സാധ്യത നിലവിൽ പിറവം മണ്ഡലത്തെ പറ്റി പറയാൻ കഴിയുകയില്ല. ഇനി മാത്യു കുഴൽനാടന്റെ തട്ടകമായ മൂവാറ്റുപുഴയെ പറ്റിയാണ്. മാത്യു കുഴൽനാടൻ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. CPI ആണ് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. N അരുൺ. 2020യും മത്സര രംഗത്തിലുണ്ട്. AAPയും ഉണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ മാത്യു കുഴൽനാടൻ 74,425 വോട്ട് നേടിയപ്പോൾ CPIയുടെ എൽദോ എബ്രഹാം 68,000 ചില്ലാനം വോട്ട് നേടി. അന്ന് 2020 13,000 ചില്ലാനം വോട്ട് നേടി. BJP 7,000 ചില്ലാനം വോട്ടും നേടിയിട്ടുണ്ട്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 7,000-അടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മാത്യു കുഴൽനാടൻ 2021 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. 2016 എൽദോ അബ്രഹാം CPIയുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലമാണ്. അന്ന് എൽദോ അബ്രഹാമിന്റെ ജോസഫ് വാഴക്കനെതിരെയുള്ള ഭൂരിപക്ഷം 9,000 ചില്ലാനം വോട്ടിൻ്റെതാണ്. 2011 ജോസഫ് വാഴക്കൻ വിജയിച്ച മണ്ഡലം. അന്ന് ജോസഫ് വാഴക്കൻ CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് 5,000 ചില്ലാനം വോട്ടിനായിരുന്നു. അപ്പോൾ മാറി മറയുന്ന മണ്ഡലം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷെ നിലവിൽ മാത്യു കുഴൽനാടൻ എതിരെയുള്ള ഒരു വിജയം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര എളുപ്പത്തിൽ സാധ്യമല്ല എന്ന് പറയേണ്ടി വരും. നിലവിലുള്ള ഒരവസ്ഥയിൽ മൂവാറ്റുപുഴയിൽ UDFന് തന്നെയാണ് മുൻതൂക്കം. ഇനി കോതമംഗലം മണ്ഡലത്തെ പറ്റിയാണ്. CPMന് വേണ്ടി ആന്റണി ജോൺ ആണ് മത്സരിക്കുന്നത്. ഷിബു തെക്കേപ്പുറമാണ് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അജി നാരായണാണ് BDJS സ്ഥാനാർത്ഥി. 2021 തെരഞ്ഞെടുപ്പിൽ ആന്റണി ജോൺ CPM സ്ഥാനാർത്ഥി ഷിബു തെക്കേപ്പുറത്തെ പരാജയപ്പെടുത്തിയത്. അന്ന് ആന്റണി ജോൺ നേടിയത് 64,000 ചില്ലാനം വോട്ടാണ്. അപ്പോൾ അന്ന് ഷിബു തെക്കേപ്പുറത്തിന്റെ വോട്ട് എന്നുള്ളത് 57,000 ചില്ലാനമാണ്. 2020 7,000 ചില്ലാനവും BDJS 4,000 ചില്ലാനം വോട്ടും നേടിയതാണ്. അപ്പോൾ അന്നത്തെ ഭൂരിപക്ഷം CPM സ്ഥാനാർത്ഥി ആന്റോ ജോണിന്റെ ഭൂരിപക്ഷം 6,600 ചില്ലാനം. 2016 ആന്റണി ജോണാണ് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം 19,000 ചില്ലാനം വോട്ടിൻ്റെതായിരുന്നു. 2011 കേരള കോൺഗ്രസ് മാണി വിജയിച്ച മണ്ഡലമാണ്. അന്ന് UDFന്റെ കയ്യിലായിരുന്നു. T കുരുവിള. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 12,000 ചില്ലാനമാണ്. ഇപ്പോൾ 2011 കേരള കോൺഗ്രസ് മാണിയുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം 16 CPM തിരിച്ചു പിടിക്കുന്നു. 21 അത് നിലനിർത്തുന്നു. ഈ രണ്ട് സമയത്തും കേരള കോൺഗ്രസ് മാണി CPMന്റെ കൂടെയായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. 21 എത്തുമ്പോൾ കേരള കോൺഗ്രസ് മാണി CPMന്റെ കൂടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭൂരിപക്ഷം 6,000 ചില്ലാനം വോട്ടിൻ്റെത് മാത്രമാണ്. നിലവിലുള്ള ഒരു അവസ്ഥയിൽ മണ്ഡലം LDF നിലനിർത്താനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. ആകെ മൊത്തം 14 നിയമസഭാ മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത്. അതിൽ സമ്പൂർണമായ വിജയമാണ് VD സതീശനും UDFും അവകാശപ്പെടുന്നത്. 14 മണ്ഡലങ്ങളും ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് അവരുടെ അവകാശവാദം. LDFനെ സമ്പൂജരാക്കി മാറ്റുമെന്നാണ്. LDF പ്രതീക്ഷിക്കുന്നത് ഒരു 4ഓളം മണ്ഡലങ്ങളിലെ വിജയമാണ്. അതിനപ്പുറമുള്ള ഒരു പ്രതീക്ഷകളിലേക്ക് LDFും കടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ വ്യക്തമായ മേധാവിത്വം UDFന് ഉണ്ടാവാനാണ് സാധ്യത. നിലവിൽ ഒരു 10 വർഷം ഭരിച്ച പിണറായി വിജയന്റെ സർക്കാരാണെന്നുള്ളതും
ഒരു ഭരണമാറ്റം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിലുള്ള ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ എറണാകുളം ജില്ലയിൽ പരമ്പരാഗതമായി UDFനുള്ള മേധാവിത്വവും പരിശോധിക്കുമ്പോൾ തിരിച്ച് ഒരു സാധ്യതകൾക്കുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും എറണാകുളം ജില്ലയിൽ UDFന് വ്യക്തമായ മേൽക്കോയ്മ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.